എറണാകുളം കളമശ്ശേരി HMTയിൽ വൻ തീപിടുത്തം. കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. 9:45 ഈ ഗോഡൌൺ. ഇത് മറ്റേ റബ്ബർ ഗോഡൌണാണ്. ഇത് ബോംബിട്ടുണ്ടാക്കുന്ന ഗോഡൌണാണ്. അത് തീ ഉയർന്നു. തീ അന്തരീക്ഷത്തിൽ പൊങ്ങിയപ്പോഴാണ് 220 kV കൂടംകുളത്തുള്ള ലൈനാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കറണ്ട് വലിക്കുന്ന ലൈനാണ്, പ്രധാനപ്പെട്ട ലൈനാണ്. ഫയർഫോഴ്സ് എത്താനൊരു താമസം. ഫയർഫോഴ്സ് സമയത്ത് എത്തിയെങ്കിലും ഇത് എത്തിപ്പെടാനുള്ള താമസം കൊണ്ട് മാത്രമാണ് എത്തിപ്പെടാനുള്ള വഴിയിൽ മുഴുവൻ ഈ KSEBയുടെ ലൈൻ കട്ട് തീർക്കുന്നത്. വണ്ടി എത്താൻ പറ്റിയില്ല. പക്ഷേ വന്ന സ്ഥിതിക്ക് ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണമാക്കുന്നു. അപ്പുറത്തെ ബാക്കിൽ തീ ആളുകളെത്തുണ്ടോ? ആളുകൾ ആരുമില്ല. ഭാഗ്യത്തിന് ബെഡ് കമ്പനിയാണ്. ബെഡ് ഉണ്ടാകുന്ന ഫോം കമ്പനിയാണ്. സമയത്ത് വീടുകളിൽ എന്തെങ്കിലും ആർക്കും പറ്റില്ല. ഈ തീ പിടിച്ചല്ലാതെ മുസ്നാസു വിശദാംശങ്ങൾ. മുസ്ന, വലിയൊരു തീപിടുത്തമാണോ? ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു? തീപിടുത്തം അല്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ടാണെങ്കിലും വലിയ രീതിയിൽ തന്നെയായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത്. കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന കിടക്ക ഗോഡൌണിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. പ്രദേശത്ത് നിരവധിയായ വീടുകളും ഉൾപ്പെടെ കടകളും ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈദ്യുത ലൈൻ ഉൾപ്പെടെ ഈ തീപിടുത്തത്തിൽ പൊട്ടി വീണ ഒരു സാഹചര്യമുണ്ട്. വൈദ്യുതി മുടങ്ങിയ പ്രദേശത്തൊക്കെ വൈദ്യുതി മുടങ്ങിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും ആർക്കും ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വലിയ ആശ്വാസകരമായ കാര്യം. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.